എന്തിനാണ് ഈ കുട്ടികളോട് ഇത്ര ക്രൂരത? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു രണ്ടാനമ്മയും സ്വന്തം അച്ഛനും കൂടി ഒരു കുഞ്ഞിനോട് ചെയ്ത ക്രൂരത. ആ കുഞ്ഞിന് 4 പഠിക്കുകയാണ്, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി. പക്ഷെ ആ കുട്ടിയുടെ വിഷമങ്ങളെല്ലാം ബുക്കിൽ എഴുതി വെച്ച്. എന്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നത്തെ വാർത്തയിലൊക്കെ ഇതാണ്. നമുക്കൊന്ന് കേൾക്കാം. എന്തുവാന്ന് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ. എന്റെ വാപ്പയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ പ്ലേറ്റ് മറന്നു വെച്ചപ്പോൾ ഉമ്മി എന്റെ മുഖത്തടിച്ചു. എന്തായാലും ആ കുട്ടി എഴുതി വെച്ച കുറിപ്പ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ചാനലുകളിലൊക്കെ എടുത്ത് കാണിക്കുന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ 2 കവിളും തണുത്ത് കിടക്കുന്നു. അപ്പോൾ സാറ് ചോദിച്ചു, എന്ത് മോളേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാപ്പ അടിച്ചതാണ്. എങ്ങനെയുണ്ട്? അമ്മ മരിച്ചുപോയി. അപ്പം 1.5 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച ബാപ്പയുടെ വീട്ടിലായിരുന്നു ഇവരെല്ലാം താമസിച്ചിരുന്നത്. അപ്പോഴീ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അവരാരും അടിക്കത്തൊന്നുമില്ല. പിന്നെ ഒരു പുതിയ വീട് വെച്ച് പോയപ്പോഴാണ് രണ്ടാനമ്മയുടെ സ്വഭാവം മാറിയത്. ബാത്റൂമിൽ കയറാൻ പാടില്ല, ഫ്രിഡ്ജ് തുറക്കാൻ പാടില്ല, അനിയൻ്റെ കൂടെ കളിക്കുമ്പം അടി കൂടിയ അനിയനെ അടിക്കത്തില്ല, ആ കുഞ്ഞിനെ അടിക്കും. അങ്ങനെ ഓരോ ഞുണകളും ഭർത്താവ് വരുമ്പം പറഞ്ഞു കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ അടുപ്പിക്കുന്ന ജോലിയാണ് ഈ രണ്ടാനമ്മച്ചിക്കാരിയുടെ ജോലി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തന്തയെന്ന് പറഞ്ഞവന് ആദ്യം അടിക്കണ്ടേ? അതൊരു 4 പഠിക്കുന്ന കുഞ്ഞ്. അതിനെ സ്നേഹിച്ച് മോളെ എന്തുവാണ് എന്ന് ചോദിക്കാനുള്ള വിവരമെങ്കിലും ഇവനില്ലേ? അൻസർ, അവനൊരു അൻസർ എന്നൊരു പേരും ഇട്ട് സെലീബ. ഇവളെയൊക്കെ എന്തോ ചെയ്യണമെന്നറിയാവോ? നല്ല നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലേ, നല്ല ചൂരലുണ്ടല്ലേ, അതിനെ അറിഞ്ഞ് വെളുപ്പിച്ച് കൊടുക്കണം. ഇവനെ പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ 2 കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. എന്നാലേ ഇവൻ ആ കൊച്ചു തിന്ന വേദന അറിയൂ. ഇവനുണ്ടായ ആദ്യത്തെ ഒരു കുഞ്ഞല്ലേ, ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ? ഇപ്പോൾ ഒളിവിലാന്ന് പോലും. ഒളിവിൽ ഇനി ഒരു വക്കീലുമായിട്ട് ജാമ്യത്തിൽ ഇറക്കാൻ വരും. ഇവനെയൊന്നും ജാമ്യത്തിൽ ഇറക്കാൻ പാടില്ല. ഇപ്പം ചാനലുകാരും എല്ലാം ഇടപെട്ട്, സ്കൂളിൽ നിന്ന് അവർ കേസ് കൊടുത്ത് ചാനലുകാരെല്ലാം ഇടപെട്ട് ശിശുക്ഷേമ അവർ ഏറ്റെടുത്ത് ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ കൊച്ചിന് പോയാൽ മതിയെന്ന് പറഞ്ഞ്, അച്ഛമ്മയുടെ അച്ചാച്ചൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവർ വീട്ടിൽ ഏൽപ്പിച്ചേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. എന്ത് ദുഷ്ടത്തര! അതും ഒരു 4 പഠിക്കുന്ന കുഞ്ഞിനോട് ഇത്രയും കാണിക്കുന്ന എന്തുവാ? അതിന് വേറൊന്നും കൊടുക്കണ്ട, ഉടുതുണിയും ആഹാരവും വിദ്യാഭ്യാസവും കൊടുത്താൽ മതി. ഇപ്പം അതിനുള്ള വലിയ പൈസയൊന്നുമില്ല. 4 പഠിക്കുന്ന കുഞ്ഞിന് എത്ര രൂപയാവും? ഒരിത്തിരി സ്നേഹം അതിന് കൊടുത്തുകൂടെ? അത് എഴുതി വെച്ചേക്കുന്നത് കണ്ടല്ലോ, കേട്ടപ്പോൾ മനസ്സ് കത്തിപ്പോയി, എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ജീവിതത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവരുതെന്നാണ്. ഇവളെ നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത്, ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നതിന്. ആ പൊടി കുഞ്ഞിൻ്റെ മനസ്സ് ദൈവം കണ്ട്. അതുകൊണ്ടാണ്, എനിക്ക് വാക്കുകളിൽ അതുകൊണ്ടാണ് ഇന്ന് ഇവർ അറസ്റ്റിലല്ല കേസെടുത്ത് ഈ മാധ്യമങ്ങളെല്ലാം വന്ന് ഈ ലോകം മൊത്തം അറിഞ്ഞത്. ആ കുഞ്ഞിൻ്റെ അമ്മ, ആ ആത്മാവ് അവിടെ നിന്ന് വേദനിക്കുന്നുണ്ടായിരിക്കും. സത്യം പറയല്ലേ, ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഹൃദയം പൊടിഞ്ഞുപോയി. ഒരു കുഞ്ഞ് എഴുതിയ, അത് 4 പഠിക്കുന്ന കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? എന്തായാലും ഈ വിഷയം ഇവിടെ നിർത്തുന്നത്, എനിക്കിനി അവിടെ തോനെയും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ.